തെരഞ്ഞെടുപ്പ് ഫലം എത്തും മുൻപ് കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം. കൊച്ചിയിൽ UDF ജയിച്ചാൽ ലത്തീൻ സമുദായക്കാരനായിരിക്കും മേയറെന്ന് N വേണുഗോപാൽ. കൊച്ചി കോർപ്പറേഷനിൽ ഭൂരിപക്ഷം കുറയുമെന്നും വേണുഗോപാൽ. ഗ്രേസി ബാബു ജേക്കബിനെ മേയറാക്കാൻ വേണുഗോപാലിന്റെ ശ്രമം. N വേണുഗോപാലിനെതിരെ മുൻ മേയർ ടോണി ചമ്മണിയും മേയർ സ്ഥാനാർത്ഥി സൗമിനി ജെയിനും രംഗത്തെത്തി. മുസ്ലിമിന് കൊടുക്കണം, ഈഴവന് കൊടുക്കണം, സിറിയൻ കാത്തലിക്സിന് കൊടുക്കണം, നായർക്ക് കൊടുക്കണം, ലത്തീന് കൊടുക്കണം. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലത്തീൻ സ്വാധീനം നിലനിൽക്കുന്നതായ ഒരു പ്രദേശം എന്ന് പറയുന്ന കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിൽ ലത്തീൻ മേയർ വരുന്നത് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പരിഗണനയിൽ അത് വരും. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും 11ാം മണിക്കൂറിലും തമ്മിലടിയായിരുന്നു കൊച്ചി കോർപ്പറേഷന്. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും അതൊന്നുകൂടി പ്രകടമായി. ഡെപ്യൂട്ടി മേയർ ഭദ്ര, ടോണി ചമ്മണി അടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ 67ാം വാർഡിലെ സ്ഥാനാർത്ഥിയല്ലേ ഈ ഗ്രേസി ബാബു ജേക്കബ്? അതായത് മുൻമന്ത്രി AL ജേക്കബിന്റെ മകന്റെ ഭാര്യ കൂടിയല്ലേ? BJP സ്ഥാനാർത്ഥിയെ നേരത്തെ മാലയിട്ട് സ്വീകരിച്ചതും ഇദ്ദേഹമായിരുന്നല്ലോ. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പൊട്ടിത്തെറിയൊക്കെ നടന്ന സ്ഥലമല്ലേ? നിലവിൽ എന്താണ് അവസ്ഥ? അരുൺ, നിലവിൽ എന്തായിരുന്നോ നേരത്തെ സംഭവിച്ചത് അത്തരം പ്രകമ്പനങ്ങൾ തന്നെ ഇപ്പോഴും കൊച്ചിൻ കോർപ്പറേഷനിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ മേയർ സംബന്ധിച്ച ഒരു ആരാകണമെന്നത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെയും വീണ്ടും അത് സജീവമായിരിക്കുന്നു അത്തരം ചർച്ചകളെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് N വേണുഗോപാൽ വളരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നത്. നമുക്കറിയാം, പരസ്യ പ്രസ്താവനകൾ പാടില്ല ഇത്തരം ഒരു ഘട്ടത്തിൽ എന്നെല്ലാം തന്നെ പറയുമ്പോഴും ഈ ഘട്ടത്തിൽ വേണുഗോപാൽ തൻ്റെ നിലപാട്, ഒരുപക്ഷെ ഒരു ഗ്രൂപ്പിൻ്റെ നിലപാട് കൂടി ചേർത്ത് വായിച്ചുകൊണ്ടുവേണം ഇതിനെ മനസ്സിലാക്കാൻ. അദ്ദേഹം പറയുന്നത് ഇത് ലത്തീൻ സമുദായത്തിന് കൊടുക്കണം എന്ന ആവശ്യം ഒരുപക്ഷെ ഗ്രൂപ്പ് എന്നതിന് അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു സമുദായത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതിനെ വായിച്ചെടുക്കുന്നത്. കാരണം ലത്തീൻ സമുദായത്തിന് കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന മറ്റൊന്ന് കൂടിയുണ്ട്. ഗ്രൂപ്പിൻ്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവർ ഉയർത്തിക്കാട്ടുന്നത് സൗമിനി ജെയിനാണ്. കഴിഞ്ഞ ടൈമിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിനിധി ആ ഘട്ടത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ കൂടി തുടക്കത്തിൽ തന്നെ തടയുക എന്നൊരു ലക്ഷ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗ്രൂപ്പ് പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത് 67ാം വാർഡിലെ, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 67ാം വാർഡിലെ ഗ്രേസി ബാബു ജേക്കബാണ്. നിലവിൽ ഇത് സംബന്ധിച്ച ഒരു വിവാദം, അവരുടെ ഒരു സ്ഥാനാർത്ഥി സംബന്ധിച്ച പ്രചരണ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്നൊരു വിവാദമുണ്ട്. അവരുടെ ഭർത്താവ് BJP സ്ഥാനാർത്ഥിയെ പരസ്യമായി മാലയിട്ട് സ്വീകരിച്ച ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്ത പുറത്തുവിട്ടതാണ്. അങ്ങനെ ഒരു വോട്ട് കച്ചവടത്തിൻ്റെ അതിൻ്റേതായ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഗ്രേസി ബാബു ജേക്കബിൻ്റെ മേയർ സ്ഥാനാർത്ഥി സംബന്ധിച്ച ചില തർക്കങ്ങൾ, അങ്ങനെയെങ്കിൽ അതിന് ഉയർന്നു വരാൻ സാധ്യതയുള്ള ചില തർക്കങ്ങൾ, അതിനെയും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പിലെ പ്രബലനായ N വേണുഗോപാൽ ഇതിന് മുൻപന്തിയിൽ ഇത്തരം ഒരു ആക്രമണ രീതിക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്നാൽ ടോണി ചമ്മണി അദ്ദേഹം കൂടി നമുക്കൊപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടോണി ചമ്മണി, വലിയ തരത്തിലുള്ള വിവാദങ്ങളും പൊട്ടിത്തെറികളുമാണല്ലോ കൊച്ചിയിൽ നിന്ന് കേൾക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന് മുൻപിലാണെങ്കിലും ഫലം പ്രതീക്ഷിച്ച് ഇരിക്കുമ്പോൾ തന്നെയും ഇത്തരത്തിലാണ് കേൾക്കുന്നത്. കാരണം 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം LDFിൽ നിന്ന് പിടിച്ചെടുത്ത കോർപ്പറേഷൻ UDFിനെ വലിയ അളവിൽ തുണച്ച ജില്ല ഒക്കെ ആയിരുന്നു 2010. അത് നിലനിർത്താമെന്ന ആത്മവിശ്വാസം സജീവമായി ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ പൊട്ടിത്തെറി നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് പരസ്യമായി ഇതായപ്പോൾ N വേണുഗോപാലും രംഗത്തെത്തിയിരിക്കുന്നു. എന്താ പൊട്ടിത്തെറി? അങ്ങനെ പൊട്ടിത്തെറിയൊന്നുമില്ലല്ലോ. അത് പൊട്ടിത്തെറിയല്ല, നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഒരു സീനിയർ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ശ്രീ N വേണുഗോപാലിനുണ്ട്. അതിന് വിവാദമെന്നും പൊട്ടിത്തെറിയൊന്നല്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയം. അതായത് ഞാനൊരു അഭിപ്രായം പറയുന്നത്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി റിസൾട്ടിന് ശേഷം അതാത് ലോക്കൽ ബോഡികളിൽ, പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും മുനിസിപ്പൽ കോർപ്പറേഷൻ ആയാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും എങ്ങനെയാണ് അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിനെ സംബന്ധിച്ച് നോംസ് ഉണ്ടാക്കും. ആ നോംസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അധ്യക്ഷന്മാർ വരും. അതിന് ഏതെങ്കിലും സമുദായത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നും ഒരു റിസർവേഷനും ഇല്ല. 2010 ഞാൻ മേയറായത് അന്നത്തെ KPCCയുടെ നോംസ് എലക്ടഡ് മെമ്പേഴ്സ് ചേർന്ന് പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കണമെന്നാണ്. 2010 അന്ന് ഈ 39 കോൺഗ്രസ് കൗൺസിലർമാരുണ്ടായി. അവർ യോഗം കൂടി ബഷീറായിരുന്നു KPCCയുടെ വക്താവായ യോഗത്തിൽ പ്രിസൈഡ് ചെയ്തത്. 26 വോട്ടിന് അനുകൂലമായി വന്ന് ഞാൻ മേയറായി. അതാണ് പ്രോസസ്. ഇക്കുറി KPCC എന്തെങ്കിലും നോംസും കൊണ്ടുവരും, ആ നോംസിന്റെ അടിസ്ഥാനത്തിൽ വരും. അല്ലാണ്ട് സാമുദായിക റിസർവേഷൻ ഞങ്ങളുടെ പാർട്ടിയിലില്ല.
അതെ, അത് തന്നെയാണ്. കാരണം ലത്തീൻ സമുദായക്കാരനായിരിക്കും മേയർ എന്നാണ് എൻ വേണുഗോപാൽ പറയുന്നത്. നിങ്ങൾക്ക് മേയറെ തെരഞ്ഞെടുക്കുന്നതിന് കൃത്യമായ പ്രൊസീജിയർ ഉണ്ട്, ആ തരത്തിൽ തന്നെയാണ് ആകും കാര്യങ്ങൾ നീങ്ങുക, അല്ലാതെ മുൻവിധികളോടെ കാര്യങ്ങളെ സമീപിക്കരുത്, ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയരുത്. അതല്ലേ അതിന്റെ വ്യക്തത? അല്ല, അതെല്ലാം KPCC പറയട്ടെ. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനെന്ന് പറയുന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സംസ്ഥാന സമിതിയുണ്ട്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ട്. ആ KPCC നോംസ് തീരുമാനിക്കും, ആ നോംസിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും. അത് സാമുദായിക വീരവെപ്പല്ല. കോൺഗ്രസ് പാർട്ടി ഒരു മതേതര പാർട്ടിയാണ്. അങ്ങനെ ഏതെങ്കിലും സമുദായത്തിന് ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിസർവേഷനും ഇല്ല. ഈ 67-ാം വാർഡിലെ സ്ഥാനാർത്ഥി കൂടിയാണല്ലോ ഗ്രേസി ബാബു ജേക്കബ്. നേരത്തെ സാമുദായികമായി തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അതായത് BJP സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഭർത്താവ്. ആ തരത്തിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നതാണ്. കേരളം അത് കണ്ടതുകൂടിയാണ്. ആ തരത്തിലാണ് ഞാൻ നേരത്തെ എടുത്ത് ചോദിച്ചത്. എങ്ങനെയാണ് ഇങ്ങനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയെ മേയർ ഇന്ന ആളാവും എന്ന് കൃത്യമായി പറയാൻ സാധിക്കുക നിലവിലെ സാഹചര്യത്തിൽ? KPCC കേരളത്തിൽ ഒരിടത്തും മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ല, പ്രഖ്യാപിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ. അതെല്ലാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇടുന്ന നോംസിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനിക്കും. അല്ലാതെ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും മുൻകൂട്ടി ഇന്ന ആളായിരിക്കും ഇന്ന സ്ഥാനത്തേക്കെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന കീഴ്വഴക്കവും പതിവും കോൺഗ്രസ് മുൻകാലത്തുമില്ല. 2015 ലോക്കൽ ബോഡി ഇലക്ഷനും ഇല്ല. ഈ ഇദ്ദേഹത്തിന് പിന്നെന്താണ് ഈ പ്രത്യേക താല്പര്യം ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തത് എൻ വേണുഗോപാൽ? അല്ല, വ്യക്തിപരമായ അഭിപ്രായം പ്രകടനം നടത്താനുള്ള ഫ്രീഡം വേണുഗോപാലിനുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടനം നടത്താനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്, അതിലൊരു സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും സീനിയറായ ഒരു നേതാവ് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് വ്യക്തിപരമാണ് എന്ന് പ്രത്യക്ഷത്തിൽ കേൾക്കുന്നവർക്ക് തോന്നില്ല. അതാണ് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുക. ഞാന് വ്യക്തിപരം എന്ന് പറയാൻ കാരണം, തെരഞ്ഞെടുപ്പിന് ശേഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി യോഗം കൂടിയിട്ടില്ല, നോംസ് ഇട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 12-ാം തീയതി കൂടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് KPCC. അതിലൊരു നോംസ് വരും. പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി പാർട്ടി കൂടിയൊരു നോംസ് ഇട്ട് സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റികൾ ഇട്ടു. കേരളത്തിലെ എല്ലാ ലോക്കൽ ബോഡികൾക്കും അത്തരം സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റികൾ KPCC നിർദ്ദേശപ്രകാരം കൂടി തീരുമാനിക്കും. അതുപോലെ ഇനി അധ്യക്ഷനുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാന്, കോർപ്പറേഷൻ മേയറെ, ഇത് തീരുമാനിക്കാനും കൂടി നോംസ് KPCC കൂടി തീരുമാനിക്കും. അത് എല്ലാവരും അംഗീകരിക്കും. അതിന് പ്രകാരമായിരിക്കും ചെയ്യുന്നത്. അവിടെ സാമുദായിക റിസർവേഷൻ ഒന്നുമില്ല. കാരണം കോൺഗ്രസ് പാർട്ടി ഒരു മതേതര പാർട്ടിയാണ്. വളരെ നന്ദി ടോണി ചമ്മണി ടെലിഫോൺ ലൈനിൽ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അതായത് വേണുഗോപാൽ എന്താണോ പറഞ്ഞത് അതിന് നേരെ വിപരീതമാണ് ടോണി ചമ്മണി പറഞ്ഞത്. കാരണം ഇക്കാര്യത്തിൽ സീനിയർ നേതാവായിരിക്കും, പക്ഷേ അതിന് കൃത്യമായ ഒരു പ്രൊസീജിയർ ഉണ്ട്, നോംസ് ഉണ്ട്. ആ തരത്തിൽ മാത്രമാണ് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അല്ലാതെ സാമുദായികമായ റിസർവേഷൻ ഒന്നും ഇക്കാര്യത്തിൽ പരിഗണനാ വിഷയമല്ല എന്നാണ് അദ്ദേഹം നിലവിൽ നമ്മോട് സംസാരിച്ചത്. ഇപ്പോൾ ഡാനി പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഒപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, വലിയ തരത്തിലുള്ള വിഴുപ്പലക്കൽ ഒരർത്ഥത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ നിലവിൽ നടന്നതാണ്. അത് നേരത്തെ തന്നെ ടോണി ചമ്മണി അടക്കം അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആദ്യം 3 വർഷത്തോളം എന്നെ ഭരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് തിരുത്തി. ഡെപ്യൂട്ടി മേയർ ഭദ്ര പരസ്യമായി രംഗത്ത് വന്നു. വലിയ തരത്തിലുള്ള ഗ്രൂപ്പിസം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു. പിന്നെ ഈ ഗ്രേസി ബാബു ജേക്കബിൻ്റെതടക്കം BJP സ്ഥാനാർത്ഥിക്ക് മാലയിട്ട് സ്വീകരിച്ചത് കേരളത്തിൽ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് പോയ സാഹചര്യം കൂടി ഉണ്ട്. നിലവിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം പോലും എത്തുന്നതിന് മുൻപ് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥി ഇന്ന ആളായിരിക്കും എന്ന് വേണുഗോപാൽ പറയുന്നത്. അത് ഏതവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്? വേണുഗോപാലിൻ്റെ ഈ പരസ്യ പ്രസ്താവന നേരത്തെ ഭദ്ര നടത്തിയ ഡെപ്യൂട്ടി മേയറായിരുന്ന ഭദ്ര നടത്തിയ പ്രസ്താവന തനിക്ക് യാതൊരുവിധ പിന്തുണയും കിട്ടിയിരുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന, ഇതെല്ലാം തന്നെ ചേർത്ത് പോകേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ വേണുഗോപാൽ ഇന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. റിബലുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല, DCC നേതൃത്വം അടക്കമുള്ളവർക്ക് റിബലുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രവുമല്ല, കൊച്ചിൻ കോർപ്പറേഷനിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു മൃഗീയമായ ഒരു ഭൂരിപക്ഷം അത് ഇത്തവണ ഉണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതെല്ലാം തന്നെ കഴിഞ്ഞ ഭരണത്തെ അദ്ദേഹം നോക്കിക്കാണുന്ന, അദ്ദേഹം വിമർശിക്കുന്ന ഒരു തരത്തിലുള്ളതാണ്. അത് കഴിഞ്ഞ വർഷം മികച്ചതായിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിട്ടുമായിരുന്നു എന്ന് പരോക്ഷമായ അതിനൊരു അർത്ഥം കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ മേയർ ഒരു സ്ഥാനാർത്ഥിത്വം എന്നതും മാത്രമല്ല, ഇതിനകത്ത് വലിയൊരു ഗ്രൂപ്പിസം കൂടി വലിയ രീതിയിലേക്ക് തന്നെ ഇതിൻ്റെ വിഭാഗീയത കൂടി വളർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ മനസ്സിലാക്കിയെടുക്കാൻ. സൗമിനി ജെയിൻ അടക്കമുള്ളവർ വേണുഗോപാലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഇതിനെതിരെ
ഇതിനെതിരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം വലിയൊരു രീതിയിലേക്ക് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വലിയൊരു അലക്കലിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിയിലെ കോൺഗ്രസ് രാഷ്ട്രീയം എന്നത് ഈ മേയർ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വീണ്ടും ഒരു തർക്കം ഉടലെടുക്കുകയാണ്. അതോടൊപ്പം ഒന്നുകൂടി ചേർത്തുകൊള്ളുന്നു, കഴിഞ്ഞ തവണ ടോണി ചമ്മണി മേയറാവുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു പരിഗണന എന്നത് ലത്തീൻ സമുദായത്തിൻ്റെ പിന്തുണ എന്നത് മാത്രമായിരുന്നു. ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറം അത് കൂടി ചേർത്ത് വേണം ഈ ഒരു അവസരത്തെ മനസ്സിലാക്കിയെടുക്കുന്നതും. അരുൺ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൊച്ചി കോർപ്പറേഷനിൽ പരസ്യമായ വിഴുപ്പലക്കലും പൊട്ടിത്തെറിയും തുടരുകയാണ്. സാമുദായിക സംവരണത്തോടുകൂടി, അതായത് ലാറ്റിൻ സമുദായക്കാരിയെ ബാബു ജേക്കബിനെ മേയർ സ്ഥാനാർത്ഥിയാക്കും എന്നാണ് GCDA ചെയർമാൻ കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് N വേണുഗോപാൽ പറയുന്നത്. പക്ഷേ മുൻ മേയർ കൂടിയായ ടോണി ചമ്മണി പറയുന്നത് അതിന് കൃത്യമായ പ്രൊസീജിയർ ഉണ്ടാവും, നോംസ് ഉണ്ടാവും, ആ തരത്തിൽ മാത്രമാണ്, അല്ലാതെ ആരുടെയും പ്രത്യേക താല്പര്യത്തിൽ മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാറില്ല എന്നുകൂടിയാണ് ഡാനി പോൾ സമഗ്ര വിവരങ്ങൾ നൽകിയത്. മുൻ മേയർ ടോണി ചമ്മണി ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്.